ആർത്തവത്തിന് അശുദ്ധിയുണ്ടോ? ആർത്തവത്തിനല്ല, മനുഷ്യ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എല്ലാത്തിനും അശുദ്ധിയുണ്ട്. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്ന ഈ ഒരു ശരീരം, ഇതെന്താ സാധനം? മജ്ജ, അസ്ഥി, മാംസം, പേശികൾ, മലം, മൂത്രം, കഫം, പിത്തം, എന്താ വസ്തു, രക്തം, ഇതൊക്കെ കൂടി നിറച്ചു വെച്ചിട്ടുള്ള ഒരു പാത്രം പോലും കൊണ്ട് കൂടിയാണ് ഈ സാധനം. ഇതിനുള്ളിലുള്ള സകല വസ്തുക്കളും അശുദ്ധ അല്ലേ? പക്ഷെ നമുക്ക് അശുദ്ധി അനുഭവപ്പെടുന്നില്ല. എന്നാൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വസ്തു പുറത്തു വന്നാലോ, അല്പം രക്തം പുറത്തു വരട്ടെ, ഒരു 5 മിനിറ്റ് കൊണ്ട് നാറാൻ തുടങ്ങും. 5 മിനിറ്റ് വേണ്ട, ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നാറാൻ തുടങ്ങും. അശുദ്ധല്ല. അതിൻ്റെ ഉള്ളിൽ എത്ര കഫണ്ട് എന്നല്ല, പുറത്തേക്ക് വന്നാലോ അശുദ്ധല്ല. മൂത്രം, ഇതിനുള്ളിൽ മൂത്രം ഉണ്ടാവും, അത് പുറത്തേക്ക് വന്നാൽ അശുദ്ധല്ല. അതിനുള്ളിൽ കിടക്കണോ കുഴപ്പമില്ല. മലം പുറത്ത് വന്നാൽ അശുദ്ധല്ല. അപ്പൊ മനുഷ്യ ശരീരത്തിലെ എല്ലാ വസ്തുക്കളും പുറമെ വന്നാൽ അശുദ്ധമായി. ഇതിൽ അതിനുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞോളൂ പോവാ, പിന്നത്തേക്ക് കേൾക്കണ്ട. സാധാരണഗതിയിൽ ആരോഗ്യമുള്ള ഒരാൾക്ക് ഇങ്ങനെയുള്ള എല്ലാത്തിലും നിയന്ത്രണമുണ്ട്. ഉണ്ടല്ലോ. പറയുന്നതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പം പറയണം. സാമാന്യ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞതിലൊക്കെ നിയന്ത്രണമുണ്ട്. നമ്മുടെ മസ്കുലർ വ്യവസ്ഥ, സിസ്റ്റം, അത് മൂത്രത്തെ പുറത്തേക്ക് വീഴാതെ നിർത്തുന്നുണ്ട്. അത്ഭുതകരമായ സംഭവമാട്ടോ അത്. കാരണം മൂത്രസഞ്ചി മുകളിലാണ്, മൂത്രദ്വാരം താഴെയാണ്. എന്നിട്ട് താഴത്തേക്ക് പോവാണ്ടിരിക്കണമെങ്കിൽ എന്തൊരു മെക്കാനിസമായിട്ട്. നമ്മൾ ചെറിയൊരു വീടൊക്കെ ഉണ്ടാക്കി ലീക്ക് വന്നവർക്ക് അറിയാം, എന്തോ തേച്ച് കഴിഞ്ഞാലും ഉടനെ വീണ്ടും ലീക്കാവും. ഇതെന്തൊരു സിസ്റ്റം ഭഗവാൻ ഉണ്ടാക്കിയത് എന്ന് ആലോചിച്ചു. അപ്പൊ ഇതിനെന്തെങ്കിലും വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ മൂത്രം പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അശുദ്ധമായി. അതുപോലെ മലം ഇപ്പൊ നമുക്ക് പുറത്തു വരുന്നില്ല, നമ്മുടെ നിയന്ത്രണത്തിലാണ്. പക്ഷേ അവരുടെ മസിൽ വീക്കായി കഴിഞ്ഞാൽ, ഈ മസിൽ തന്നെ വീക്കായിക്കൊള്ളണമെന്നില്ല, മസ്തിഷ്കത്തിൽ നിന്ന് ഇതിനെ നിയന്ത്രിക്കുന്ന കൺട്രോളിങ് സ്റ്റേഷൻ തെറ്റിയാലും മതി, മലം പോയിക്കൊണ്ടേയിരിക്കും. വ്യക്തമാണല്ലോ. അപ്പൊ സാമാന്യ ആരോഗ്യമുള്ളപ്പോൾ ഇതൊന്നും സംഭവിക്കുന്നില്ല. ഇത് പുറത്തു വന്ന അശുദ്ധായി. എങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് ആർത്തവത്തിന് സ്വയം നിയന്ത്രണം ഇല്ല. ബാക്കി എല്ലാത്തിനും നിയന്ത്രണമില്ല, ഇതിന് നിയന്ത്രണമില്ല. അതുകൊണ്ട് ആർത്തവ ദിവസങ്ങളിൽ എത്ര ദിവസം രജോദർശനമുണ്ടോ അത്രയും അശുദ്ധിയുണ്ട്. ഇതേപോലെ തന്നെയാണ് പുരുഷന്മാർക്ക് മൂത്രത്തിന് നിയന്ത്രണം. മൂത്രം പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ അമ്പലത്തിനുള്ളിൽ പോകരുത്. മലം പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ അമ്പലത്തിനുള്ളിൽ പോകരുത്. മൂക്ക് നൊലിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ അമ്പലത്തിനുള്ളിൽ പോകരുത്. ചെവി നൊലിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ അമ്പലത്തിനുള്ളിൽ പോകുക. കാരണം ശുദ്ധി പാലിക്കേണ്ട സ്ഥലമാണ് ക്ഷേത്രം. ശുദ്ധി പാലിക്കേണ്ട ക്ഷേത്രമാണ്. അതുകൊണ്ട് ഇത് സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നും ഇവിടെ ഇല്ല. നമ്മുടെ ശരീരത്തിനുള്ളിലെ ഏത് സ്രവവും നിയന്ത്രണവിധേയമല്ലാതെ പുറത്തോട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ യജ്ഞസ്ഥലികളിൽ പോകരുത്, ക്ഷേത്രങ്ങളിൽ പോകരുത്. ശുദ്ധി പാലിക്കണം. അപ്പോൾ ഇത് ചിന്തിക്കുമ്പോൾ ആർത്തവം എന്നുള്ളത് സ്ത്രീയുടെ നിയന്ത്രണത്തിലല്ല. അതുകൊണ്ട് രജോദർശനം എത്ര ദിവസമുണ്ടോ അത്ര ദിവസം ക്ഷേത്രത്തിൽ പോകാത്തതാണ് നല്ലത്. ഇത് പുരുഷന്മാരും ശ്രദ്ധിക്കണം. ഇതുപോലുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ പോവാതിരിക്കണം നല്ലത്. സ്ത്രീക്ക് മാത്രമുള്ളതല്ല. വ്യക്തമാവണേ മറുപടി. ശരി.